നമസ്കാരം, പാപ്പൻ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്ലോബൽ പവറിന്റെ GP200 എന്ന മോഡലാണ്. മോഡൽ വെൽഡിംഗ് സെറ്റ് ആണ്. ഈ വെൽഡിംഗ് സെറ്റ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്ന ബിഗിനേഴ്സിന്, അതായത് നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ആട്ടുംകൂടോ അല്ലെങ്കിൽ കോഴിക്കോടോ എന്തെങ്കിലും ഒരു ഒന്ന് വെൽഡ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ നിസ്സാരം ഒരു പോയിന്റ് ചെയ്യാനും ഒക്കെ അത്യാവശ്യം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം ഉള്ളതിനെ കുറിച്ചാണ് വെൽഡിംഗ് സെറ്റ് ആദ്യം നോക്കാം. നമുക്ക് ഇത് ഗ്ലോബൽ പവറിന്റെ GP200A ആണ്. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 24 മാസം വാറണ്ടി, അതായത് 2 വർഷത്തെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് വരുന്നത് ഒരു കേബിള്, 2 കേബിള് വരുന്നുണ്ട്. ഒരെണ്ണം ചെറുത്ത് കേബിളും ഒരെണ്ണം റാഡ് ഹോൾഡർ ചെയ്യാനുള്ളത്. ഇത് കമ്പനിയുടെ യൂസർ മാനുവലാണ്. രണ്ട് വർഷത്തെ വാറണ്ടി കമ്പനി കൊടുക്കുന്ന, മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഗ്ലോബൽ പവർ 2 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 വർഷം, അതായത് 24 മാസത്തെ. ഇതാണ് ഇതിന്റെ എർത്ത്. ഇതിന്റെ എർത്ത്. ഇത് റാഡ് ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡർ. ഇതിന് ഏകദേശം ഒരു 1.5 മീറ്റർ 2 മീറ്റർ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു റാഡ് എർത്ത് കേബിളാണ്. വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ 2 ലോഹങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നതാണ്. അതാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വെൽഡിങ് 4 ടൈപ്പാണുള്ളത്. ആർക്ക് വെൽഡിങ്, മിഗ് വെൽഡിങ്, തിക് വെൽഡിങ്, അതുപോലെ ഗ്യാസ് വെൽഡിങ്. 80%, അതായത് നമ്മൾ വീടുകളിലെ ചെറിയ ചെറിയ ഫാക്ടറികളിലൊക്കെ ഉപയോഗിക്കുന്നത് ആർക്ക് വെൽഡിംഗ് ആണ്. ആർക്ക് വെൽഡിങ് ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ വേറെ അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ് വെൽഡിംഗ് ആണ്. അതായത് കനം കുറഞ്ഞ ലോഹങ്ങൾ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ആർക്ക് വെൽഡിംഗ് ആണ് കാണിക്കുന്നത്. ആർക്ക് വെൽഡിംഗ് എന്ന് വെച്ചാൽ 2 ലോഹങ്ങൾ തമ്മിൽ ജസ്റ്റ് നമ്മളതൊന്ന് 2 ലോഹങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. നമുക്കത് എങ്ങനെ അതിൻ്റെ ഇത് 200 GP200 ഇതിൻ്റെ ആംബിയർ ആണ് കാണിക്കുന്നത്. ഇത് ആംബിയർ, ഇതിൻ്റെ ആംബിയർ. ഇത് ഓൺ ഓഫ് സ്വിച്ച്. ഇവിടെ ഒരെണ്ണം ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. ഈ നെഗറ്റീവ് എന്നുള്ളത് എർത്ത് കൊടുക്കാനുള്ളതാണ്. പോസിറ്റീവ് ആണ് നമ്മൾ റാഡ് ഹോൾഡ് ചെയ്യുന്ന ആ കേബിള് പിടിപ്പിക്കാനുള്ളത്. ഇത് GP200. ഇപ്പം ഇതിൻ്റെ ആംബിയർ, ഇപ്പം ഇത് നമുക്ക് സാധാരണ നമ്മൾ ആർക്ക് വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു 80 മുതൽ 100 വരെയുള്ള ഒരു ആംബിയറിലാണ് നമ്മൾ ആർക്ക് വെൽഡിങ് ചെയ്യുന്നത്. പിന്നെ കട്ടി കൂടിയത് ഇപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് 12-ന്റെ റാഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 10-ന്റെ റാഡ് ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ കട്ടി കൂടിയ മെറ്റലുകൾ നമ്മൾ വെൽഡ് ചെയ്യുന്നതിനാണ്. ഒക്കെ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് ഒന്ന് പോകാം. ഇവിടെ 2 കേബിളാണ് നമുക്ക് വരുന്നത്. ഇത് റാഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കേബിളും ഇത് ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടില്ല. ഇതിന് നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുണ്ടത് ഇങ്ങനെ എടുക്കുക. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിലെ കയറ്റി ഈ നട്ട് പയ്യെ ലൂസാക്കുക. ഇത് ലൂസാക്കി എടുത്ത് ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യുക. ഇതുപോലെ ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് റാഡ് ഹോൾഡറിനുള്ള ഒരു കേബിളായി. ഇത് എർത്ത് കൊടുക്കാനുള്ളൊരു കേബിളായി. ഇനിയിപ്പോൾ നമുക്കൊന്ന് പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകാം. ഒരു പീസ് കട്ട് ചെയ്ത് നമുക്ക് വെൽഡ് ചെയ്ത് നോക്കാം. നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
നമുക്കിനി ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം. ഇത് നമ്മൾ 2 കേബിൾ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ആ കേബിളിൻ്റെ ഒരെണ്ണം ഇത് നെഗറ്റീവ്, അതായത് എർത്ത് കൊടുക്കുന്നതാണത്. ഇത് എർത്ത് കൊടുക്കുന്നത്, അതായത് ഇവിടെ ഈ ഹോളിലേക്ക് കയറ്റി ഒന്ന് ജസ്റ്റ് തിരിച്ചാൽ മതി, ഇത് ലോക്ക് ആയിക്കോളും. പിന്നെ രണ്ടാമത് നമ്മുടെ റാഡ് ഹോൾഡർ, അതും ഇതുപോലെ തന്നെ ഈ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടില്ലേ, ഇവിടെ കൊടുക്കുക. റാഡ് ഹോൾഡർ പോസിറ്റീവ് ഇവിടെ തിരിക്കുക. ഇതും ഓക്കെ ആയിട്ടുണ്ട്. ഇത് സാധാരണ പോലെ തന്നെ ഈ റാഡ് ഇതിലിങ്ങനെ പിടിപ്പിച്ച് വെക്കുക. പിന്നെ എത്ര പ്രൊഫഷണൽ ആയാലും അയാൾ എപ്പോഴും സേഫ്റ്റി ഐറ്റംസ്, ഇത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സേഫ്റ്റി ഐറ്റംസ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. എക്സാമ്പിൾ ഇതുപോലെ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ വെൽഡിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ വലിയ വലിയ വർക്കൊക്കെയാണ് ഹെൽമെറ്റ് ഉപയോഗിച്ചാലും നമുക്ക് സേഫ് ആണ്. കാരണം വേറൊന്നുമല്ല, ഇതിനകത്ത് വരുന്ന ലൈറ്റ് വളരെ ഇൻറ്റൻസിറ്റി ഉള്ളതാണത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കണ്ണിന് ഒരുപാട് ദോഷം ഉണ്ടാകും. അപ്പോൾ കാഴ്ചയ്ക്ക് പോലും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഗ്ലൗസും അതുപോലെ തന്നെ ഹെൽമെറ്റ് അല്ലെങ്കിൽ ഗ്ലാസ്, ഇതിലേതിലൊന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നമുക്കൊരു വീട്ടിലൊരു അത്യാവശ്യം ബിഗിനേഴ്സിന് മാത്രമാണ്. ഇതൊരു കോഴിക്കൂടോ അല്ലെങ്കിൽ ഒരു പട്ടിക്കൂടോ അല്ലെങ്കിൽ ഒരു സ്പോട്ട് ചെയ്യണമെങ്കിൽ, നമ്മളിപ്പം സ്വന്തമായിട്ട് മെഷീൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു വാടകയ്ക്ക് എടുത്താണെങ്കിൽ നമുക്കൊരു ദിവസം ചെയ്യാനുള്ളതുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.